മുൻപ് മുഗൾ ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്ന അമൃതോദ്യാൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിരുന്നു. ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. 11 മണിയുടെ സ്ലോട്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ക്യാബിൽ പോയത്. ഇതിപ്പോൾ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഓപ്പൺ ആയത്. മാർച്ച് 30 വരെ ഉള്ളു കേട്ടോ. നമ്മളിത് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. ഇതിനോട് ചേർന്ന് കിടക്കുന്നതാണ് അമൃതോദ്യാൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്നാൽ രാഷ്ട്രപതി ഭവനും നല്ല രീതിയിൽ കാണാം. ഇനി നമ്മൾ ഇവിടേട്ട് എത്തിച്ചേരാനായിട്ട് അടുത്തുള്ള 2 മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഒന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ്. അവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അമൃതോദ്യാനിലോട്ട്. പിന്നെ ശിവാജി സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനാണ്. അവിടുന്നും 2 കിലോമീറ്റർ ഉണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിലെ 4-ാം നമ്പർ ഗേറ്റിൽ നിന്ന് നമ്മുടെ അമൃതോദ്യാൻ വരെ ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാം. നോർത്ത് അവന്യൂ റോഡിലെ ഗേറ്റ് നമ്പർ 35-ൽ കൂടെ വേണം നമ്മൾ എൻട്രി ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്തിരിക്കണം. അപ്പം ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ID ആരൊക്കെയാണോ വരുന്നത് അവരുടെ IDയും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്കൊരു ബാർകോഡ് കിട്ടും സ്കാൻ ചെയ്യാനുള്ളത്. അത് എൻട്രൻസിൻ്റെ അവിടെ കാണിച്ചാൽ മാത്രമേ അവരകത്തേക്ക് കയറ്റി വിടുള്ളൂ. അതുപോലെ തന്നെ ഒരാൾക്ക് ഇപ്പം 30 പേർക്ക് വരെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കയറുന്ന സമയത്ത് ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആണ്. ഫുഡ് ഐറ്റംസ് ഒന്നും അധികം കയറ്റത്തില്ല. വെള്ളം കുറച്ച് കയറ്റും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയ ചെറിയ സ്നാക്സ് പോലത്തെ ഐറ്റംസ് അവർ അലോ ചെയ്യത്തുള്ളൂ. അതും സെക്യൂരിറ്റീസൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ. ഞാൻ നക്ഷത്രയ്ക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവർ കുഴപ്പമില്ലാത്ത 3-4 ലേഡീസായിരുന്നു എൻ്റെ ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പിന്നെ കുട്ടികളാണല്ലോ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ നമ്മൾ അതിങ്ങ് തന്നു വിടുവാണ് ചെയ്തത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് രാവിലത്തെ സ്ലോട്ട് തന്നെ എടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറഞ്ഞിട്ടെങ്കിലും നമുക്കെല്ലാം ഒന്ന് കാണാനൊക്കെ പറ്റിയത്. അപ്പോൾ ഇതിന് ശേഷം ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര രീതിയിൽ തിരക്കായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ വരുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ തിരക്കില്ലാതെ രക്ഷപ്പെടാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഡൽഹി ടൂറിനൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഒരു സമയത്ത്. ഞങ്ങൾ ഒരുപാട് മലയാളീസിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതും കൂടെ സെലക്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങളുടെ ട്രിപ്പ്. എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയൊക്കെ സ്നേഹിക്കുന്നവർക്കും ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലൊരു സ്പോട്ടാണ് ഇത്. പക്ഷേ നമുക്കിത് ഈ ഒരു 2 മാസത്തെ ആ ഒരു കാലാവധിയേ ഉള്ളൂ. അപ്പം ഈ ഒരു സമയത്തൊക്കെ വരുന്നവർ മാക്സിമം നിങ്ങളുടെ പ്ലാനിനകത്ത് അമൃതോദ്യാനും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രമിക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ക്ലോസ്ഡ് ആണ്. ഡൽഹിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും മൺഡേ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ആലോചിച്ചിട്ട് വേണം ബുക്ക് ചെയ്യാൻ, പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യാനും. നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം കാണാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിലാക്കി ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉണ്ടാവുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.